ഹലോ. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇത്ര നാളും ഞാൻ ഷോർട്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്നും ഒരു കുക്കിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞ ശേഷമാണ് ലോങ് വീഡിയോ എടുക്കാമെന്നുള്ളത് മൈൻഡിൽ വേഗം വന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലിട്ടത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എന്നാൽ ഞാൻ പറയാം. സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിരാൻ വേണ്ടി, ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയായ കാരണമാണ് 1.5 ടീസ്പൂൺ ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ മുളക് പൊടി 1.5 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി നല്ലൊരു റെഡിഷ് കളറ് ഇതിൽ കിട്ടും. കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച പുളിവെള്ളത്തിൽ നിന്ന് കുറച്ച് മാത്രം അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ കൈയിലോണ്ട് മിക്സ് ചെയ്യുമ്പോൾ, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ മസാലകളും നമ്മൾ ഈ സബോളയിലേക്കും തക്കാളിയിലേക്കും പച്ചമുളകിലേക്കും പിടിക്കണം എന്നില്ല. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒട്ടച്ചിട്ട് വേണം നല്ലപോലെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ബാക്കി വെച്ച പുളിവെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മിക്സ് ചെയ്ത മസാല ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ഗ്യാസിൻ്റെ മുകളിൽ വെക്കാം. നന്നായി അത് തിളയ്ക്കണം. നല്ലപോലെ വേവണം. അതിൽ സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വെന്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കുത്ത് മാറണ വരെ നല്ലപോലെ തിള വരണം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വഴുതനങ്ങ, നമ്മുടെ ഉണ്ട വഴുതനങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടി തിളയ്ക്കണം. നമ്മുടെ മീൻകറി തിളയ്ക്കാൻ തുടങ്ങി. നല്ലപോലെ തിളച്ച ശേഷം നമുക്കിതിലേക്ക് മത്തി ആഡ് ചെയ്യാം. നമുക്ക് ആ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വേവണം. വഴുതനങ്ങയും തക്കാളിയും സബോളയൊക്കെ നല്ലപോലെ വെന്ത ശേഷം നമുക്കതിലേക്ക് മത്തി ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ മത്തിയായിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. മത്തിയുടെ ഉള്ളിൽ ചെറിയ മുട്ട അതും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. മീനും വഴുതനങ്ങയൊക്കെ നന്നായി വെന്തിട്ട് നല്ലപോലെ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പണിയും കൂടി ചെയ്യാനുണ്ട്. ചില ഭാഗത്തൊക്കെ ഇതിന് താളിക്കുക തൂമിക്കുക എന്നൊക്കെ പറയും. നമ്മൾ രണ്ടും പറയും. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് എടുക്കണം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി വെക്കുക. പിന്നെ ഈ ചട്ടിയുടെ ഭംഗി കണ്ട് ആരും നെഗറ്റീവ് ഒന്നും പറയരുത്. കാരണം നമ്മുടെ വീടുകളിൽ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ടാവുമല്ലോ, കളയാൻ തോന്നുന്നത്. അങ്ങനത്തെ ഒരു ചട്ടിയാണിത്. ഇതിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കാരണമാണ് ആ കാര്യം എല്ലാവരും ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിൽ കറി തൂമിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് പെരുംജീരകവും ഈ ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രൗണിഷ് കളറാവണ വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേറെ ഉപ്പോ കാര്യങ്ങളോ ആഡ് ചെയ്യേണ്ട. കാരണം നമ്മൾ കറിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് തന്നെ ഇതിൽ ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ നന്നായി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ നമ്മുടെ കറിക്ക്. അപ്പോൾ അതൊന്ന് നന്നായി വാടി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ആവി പറക്കണ മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേറെ തന്നെ ഒരു രുചിയാണ് നമ്മുടെ ഈ മീൻ കറിക്ക്. മുളകിട്ട മീൻ കറിയാണ്. ഒരു പ്രത്യേക രുചിയായിരിക്കും ഈ മീൻ കറിക്ക്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യണം. നന്നായി ഇളക്കി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും, ഞങ്ങളുടെ അവിടെയൊക്കെ കൊള്ളി എന്നാണ് പറയുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചാണ് കപ്പാന്ന് ഉദ്ദേശിച്ചത്. അതിൻ്റെ കൂടെയും ഒഴിച്ച് കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ കാരണം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. താങ്ക് യു ഓൾ. ബൈ.